If you haven't subscribed to this channel yet, subscribe to it and don't forget to click the bell icon for immediate. ഹായ് ഓൾ, വെൽക്കം ടു നെറ്റ്വർക്ക് തിയറി ക്ലാസ്. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ തെവെനിൻസ് തിയറം റിപ്പീറ്റ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തെവെനിൻസ് തിയറം റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ കറണ്ട് ത്രൂ 5 ohm റെസിസ്റ്റർ. ഒരു നെറ്റ്വർക്ക് തന്നിട്ടുണ്ട്. വി നീഡ് ടു ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദിസ് 5 ohm റെസിസ്റ്റർ. ഓക്കെ, ഇതിൽ ഏറ്റവും എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോർഷനെ തെവനൈസ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരം യൂണിവേഴ്സിറ്റിക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഇതിന് ഞാൻ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഡോട്ടഡ് ഇടുന്ന പോർഷൻ, അതിനെ ഞാനങ്ങ് തെവനൈസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആ സർക്യൂട്ട് ഒന്നും കൂടി ഇവിടെ ഒന്ന് റീഡ്രോ ചെയ്യുകയാണ്. volt 6 ohm. The values, this is 100 volt, this is 20 ohm, 40 volt and 6 ohm. അപ്പോൾ ഇതിൻ്റെ ടെർമിനൽസ് ഈ രണ്ട് ടെർമിനൽസ് ഇതായിട്ട് എടുത്ത് ഈ ഒരു നെറ്റ്വർക്കിന് തെവെനിൻ ഇക്വലൻ്റ് ആക്കാൻ പോവുക. തെവെനിൻ ഇക്വലൻ്റ്. ഓക്കെ, തെവെനിൻ ഇക്വലൻ്റ് ആക്കാൻ പോകും. അപ്പോൾ തെവെനിൻ ഇക്വലൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കണം ഇത് ഏത് ടൈപ്പ് സോഴ്സ് ആണെന്ന് നോക്കണം. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇത് ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് കേസാണ് അല്ലേ. ഒരു 100 വോൾട്ട് ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ്, അതുപോലെ ഒരു 40 വോൾട്ട് ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ്. അപ്പം ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് കേസാണ്. സോ തെവെനിൻ ഇക്വലൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ VTH ഇൻ സീരീസ് വിത്ത് RTH ആയിരിക്കും വരുന്നത്. VTH ഇൻ സീരീസ് വിത്ത് RTH. അപ്പോൾ RTH എന്ന് വെച്ചാൽ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്ത് നമുക്ക് ഡയറക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ VTH എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെർമിനൽ അക്രോസ് ഉള്ള VOC ആണ്, ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിനാണ് ഇറ്റ് ഈസ് ഈക്വൽ ടു VTH എന്ന് പറയുന്നത്. ടെർമിനൽ അക്രോസ് ഉള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് VTH എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒരേ സെയിം പോയിന്റ്സ് ആണ് വരുന്നല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു 100 വോൾട്ട് ബാറ്ററി സോഴ്സ് ഉണ്ട്. സോ VTH എന്ന് വെച്ചാൽ എന്തായിരിക്കും, 100 വോൾട്ട് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് എഴുതാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ കേസിൽ പാരലൽ കേസിൽ വോൾട്ടേജ് സെയിം ആയിട്ട് വരും. ഇതെല്ലാം ഒരേ ടെർമിനൽസ് ആണ്. ഇതിൻ്റെ അക്രോസ് ഒരു 100 വോൾട്ട് പറഞ്ഞിട്ടുണ്ട്. സോ VTH ഇസ് ഈക്വൽ ടു 100 വോൾട്ട് ആയിരിക്കും. നമുക്ക് ഒരു പാരാമീറ്റർ കിട്ടി. ഇനി സെക്കൻഡ് RTH ഫൈൻഡ് ഔട്ട് ചെയ്യണം. RTH എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, ഇൻഡിപെൻഡൻറ്റ് സോഴ്സിൻ്റെ കേസിൽ സോഴ്സസ് ഉണ്ടെങ്കിൽ അത് ഡീആക്ടിവേറ്റ് ചെയ്യണം. കറണ്ട് സോഴ്സ് ആണെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്യും, വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഇതിൻ്റെ കേസിൽ വോൾട്ടേജ് സോഴ്സസ് ആവുള്ളത് അല്ലേ, 2 വോൾട്ടേജ് സോഴ്സസ് ഉണ്ട്. അത് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഷോർട്ട് സർക്യൂട്ട് ചെയ്തൊന്ന് ഡയഗ്രാം വരയ്ക്കുകയാണ്. ബിക്കം ഷോർട്ട് സർക്യൂട്ടഡ് ആൻഡ് 2 ohm resistor. Again this 40 volt short circuited, 6 ohm resistor. This is our RTH, 6 ohm here, 20 ohm. ഇവിടെ ആണെങ്കിൽ നമ്മൾ 2 ടെർമിനൽസ് നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് ഈ റെസിസ്റ്ററിന് എഫക്റ്റ് വരത്തില്ല. സോ വി ക്യാൻ റൈറ്റ് ആസ് RTH ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിന് സിംപ്ലി ഒരു വോൾട്ടേജ് സോഴ്സ് വെച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഇത്രയും ഒരു കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്കിന് വി ക്യാൻ റീപ്ലേസ് വിത്ത് VTH ഇൻ സീരീസ് വിത്ത് RTH ആണ്. ഇവിടെ RTH 0 ആണ്. സോ ജസ്റ്റ് VTH വെച്ച് നമുക്കിവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പോർഷന് ഈ 100 വോൾട്ട് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ, ഈ വട്ടം വരത്തതിനകത്തുള്ളതിന് വി ക്യാൻ റീപ്ലേസ് വിത്ത് എന്താണ്, വെരി ഗുഡ്, 100 വോൾട്ട്. പോസിറ്റീവ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു 100 വോൾട്ടായിട്ട് നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിമിലർലി എന്ത് ചെയ്യണം, അതിൻ്റെ ഈ ഒരു ടോപ്പ് പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനെ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ തെവെനൈസ് ചെയ്യാൻ പറ്റും. തെവെനൈസ് ചെയ്യുമ്പോഴത്തേക്ക് അത് നോക്കുക ഏത് ടൈപ്പ് സോഴ്സസ് അവിടെ നോക്കുക. ഇതിൻ്റെ കേസിൽ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസേ ഉള്ളൂ. സോ VTH RTH ഫൈൻഡ് ഔട്ട് ചെയ്യണം. RTH ഡയറക്റ്റ് സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് RTH ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് അത് ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആയിരുന്നെങ്കിൽ നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് പാരാമീറ്റർ ഉള്ളത് അതിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് RTH എന്ന് വെച്ച് കഴിഞ്ഞാൽ VOC/ISC എന്നായിരുന്നു ഇക്വേഷൻ. അതെന്ത് കേസാണ്, ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുന്ന കേസിൽ നമ്മൾ അങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ആണ്. സോ RTH ഈസ് ഫൈൻഡ് ഔട്ട് ബൈ ഡീആക്ടിവേറ്റിംഗ് ദ സോഴ്സസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് VTH ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. ഞാൻ ഈ സർക്യൂട്ടിൽ ഒന്നും റീഡ്രോ ചെയ്യുകയാണ്. ഈ സർക്യൂട്ട് പറഞ്ഞേ,
this is 20 volt 7 ohm, again 50 volt 30 volt resistor 4 അല്ലേ. ഇതിൻ്റെ വാല്യൂസ് നമുക്ക് ഇവിടെ എഴുതാം. this is 7 ohm, this is 20 volt, this is 50 volt, this is 30 volt and 4 ohm. അതിൻ്റെ ടെർമിനൽസ് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, വി ആർ ഗോയിങ് ടു തെവനൈസ് ദ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസിൽ എന്താണ് ഈ ഓപ്പൺ സർക്യൂട്ട് വരുന്നതാണ് നമ്മുടെ VTH വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. VTH വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ VTH നോക്കാൻ നേരത്ത് ഇതിൻ്റെ കേസിലാണ് 50 വോൾട്ട് ബാറ്ററി സോഴ്സ് ഉണ്ട് അല്ലേ. അപ്പം സെയിം ആയിരിക്കത്തില്ലേ എല്ലാത്തിനും വരുന്നത്. VTH നമുക്ക് ഡയറക്റ്റ് എന്ന് എഴുതാൻ പറ്റും. VTH ഇസ് ഈക്വൽ ടു വെരി ഗുഡ് 50 വോൾട്ട് എന്ന് എഴുതാൻ പറ്റും. 50 വോൾട്ട് എന്ന് എഴുതാൻ പറ്റും. അതിന് നെക്സ്റ്റ് RTH ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ വോൾട്ടേജ് സോഴ്സ് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യും. അതുപോലെ നെക്സ്റ്റ് ഈ വോൾട്ടേജ് സോഴ്സ് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യും, ഇതിനെയും ഡീആക്ടിവേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ദിസ് ഈസ് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് ദിസ് ഈസ് ഷോർട്ട് സർക്യൂട്ട്. ഓക്കെ, ഇപ്പോഴത്തേക്ക് എന്ത് വരും, ഇവിടെ ഒരു ഷോർട്ട് പാർട്ട് വരും. ഷോർട്ട് പാർട്ട് വരുമ്പോഴത്തേക്ക് വേറെ റെസിസ്റ്ററിന് എഫക്റ്റ് വരത്തില്ല. സോ RTH ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിനെ വി ക്യാൻ റീപ്ലേസ് വിത്ത് എ സിംഗിൾ 50 വോൾട്ട് സോഴ്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ചെയ്ത പോലെ ഈ സർക്യൂട്ടിന് എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, 50 വോൾട്ട് വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യും. ഓക്കെ, അല്ലേ. ഇതിനകത്ത് വരുന്നതിന് നമ്മൾ വി ആർ ഗോയിങ് ടു റീപ്ലേസ് വിത്ത് 50 വോൾട്ട്. വെരി ഗുഡ്. 50 വോൾട്ട് പോസിറ്റീവ് ആണ്. നമ്മളിങ്ങനെ 50 വോൾട്ട് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമ്മളുടെ സർക്യൂട്ട് എങ്ങനെയായിട്ട് മാറി, സിമ്പിളായിട്ട് മാറിയില്ലേ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഒരു 100 വോൾട്ട്, ദെൻ 50 വോൾട്ട്, 20 വോൾട്ട്, 10 ഓം. നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് കറണ്ട് ത്രൂ 5 ഓം റെസിസ്റ്റർ. ഇതിനെക്കുറിച്ചുള്ള കറണ്ടാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. കറണ്ടിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, I ഈക്വൽ ടു V/R ആണ് അല്ലേ. I ഈക്വൽ ടു V/R ആണ്. ഇതിൻ്റെ കേസിൽ V ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ സോഴ്സസ് ഉണ്ടെന്ന് നോക്കുക. ഒറ്റ മെഷേ ഉള്ളൂ. അപ്പോൾ അതിലൊരു 100 വോൾട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കറണ്ട് സോഴ്സ് എടുക്കുന്നത് ഈ ഡയറക്ഷനിലാണ് കറണ്ട് സോഴ്സ് എടുക്കുന്നത് കൺവെൻഷനായിട്ട്. അപ്പോൾ ഇവിടെ ലീവ് ചെയ്യുന്നിടത്ത് പോസിറ്റീവ് ആണ്. സോ 100. വെരി ഗുഡ്. അടുത്ത സോഴ്സസ് നോക്കുക. ഇവിടെ വരുമ്പോൾ ലീവ് ചെയ്യുന്നിടത്ത് മൈനസ് ആണ്. സോ -50. നെക്സ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് ലീവ് ചെയ്യുന്നിടത്ത് പോസിറ്റീവ് ആണ്. സോ +20. V/R ടോട്ടൽ റെസിസ്റ്റർ. 5 ഓമും ഈ 10 ഓമും ഉണ്ട്. സോ 5 + 10 വരും. 5 + 10. ഓക്കെ, V/R മനസ്സിലായോ. അതായത് സോഴ്സസ് നോക്കുക. സോഴ്സസ് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു 100 വോൾട്ട് സോഴ്സ് ഉണ്ട്. കറണ്ട് ലീവ് ചെയ്തെടുത്ത് പോസിറ്റീവ് ആണ്. സോ +100. നെക്സ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് ലീവ് ചെയ്തെടുത്ത് നെഗറ്റീവ് ആണ്. സോ -50. ഇവിടെ വരുമ്പോഴത്തേക്ക് ലീവ് ചെയ്തെടുത്ത് എന്താണ്, പോസിറ്റീവ് ആണ്. സോ +20 ഹോൾ ഡിവൈഡ് ബൈ റെസിസ്റ്റർ 5 + 10 ദാറ്റ് ഈസ് ഈക്വൽ ടു, സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 4.66 ആംപിയർ കിട്ടും. അതാണ് കറണ്ട് ത്രൂ 5 ഓം റെസിസ്റ്റർ ഈസ് 4.66 ആംപിയർ കിട്ടും. അതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പം കണ്ട സർക്യൂട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും, പക്ഷെ ജസ്റ്റ് തെവനൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി ഒരു സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് പോകാം. സെക്കൻഡ് പ്രോബ്ലം, ഇതിൻ്റെ കേസിൽ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് കറണ്ട് ത്രൂ 2 ഓം റെസിസ്റ്റർ. അതിനകത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് ഫൈൻഡ് കറണ്ട് ത്രൂ ദിസ് 2 ഓം റെസിസ്റ്റർ. ഓക്കെ, 2 ഓം റെസിസ്റ്റർ. കറണ്ട് ത്രൂ 2 ഓം റെസിസ്റ്ററാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിൻ്റെ കേസിൽ നമുക്ക് തെവനൈസ് ചെയ്ത് പോകാം. അപ്പം സിമ്പിളായിരിക്കും. സർക്യൂട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കോംപ്ലിക്കേറ്റഡ് തോന്നുന്നെങ്കിലും തെവനിൻ ഇക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് സിമ്പിളായിട്ട് മാറും. അപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതുണ്ട് ഇത്രയും പോർഷൻ ഉണ്ട്, ഈ ഡോട്ടഡ് ഇട്ടേക്കുന്ന പോർഷന് തെവനിൻ ഇക്വലന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യും. തെവനിൻ ഇക്വലന്റ് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഒന്ന് ഇവിടെ എടുത്ത് റീഡ്രോ ചെയ്യുകയാണ്. ഈ സർക്യൂട്ട് റീഡ്രോ ചെയ്യുകയാണ്. ഇവിടത്തേക്ക് പറഞ്ഞ് 10 വോൾട്ട്, 10 ഓം, 4 ഓം, ഇത്രയാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ടെർമിനൽ വരുന്നത് ദിസ് ഈസ് 4 ആംപിയർ. ഓക്കെ, ഇതാണ് ഈ സർക്യൂട്ട് നമ്മളിവിടെ
ഇങ്ങോട്ട് റീഡ്രോ ചെയ്തു. 10 നെക്സ്റ്റ് വരുന്നത് 10 ഓം 4 ഓം 4 ആംപിയർ. ഓക്കെ, ഇതിന് തെവെനിൻ ഇക്വലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ VTH ഇൻ സീരീസ് വിത്ത് RTH ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ സോഴ്സസ് നോക്കുക, സോഴ്സസ് ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ആണ്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് ആണ്. അപ്പോൾ നമുക്ക് VTH എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് VOC ആയിരിക്കും. RTH എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്ത് കിട്ടുന്ന ഇക്വലന്റ് റെസിസ്റ്റർ ആയിരിക്കും RTH എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് കേസ് ആയതുകൊണ്ട്. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ VOC ഫൈൻഡ് ഔട്ട് ചെയ്യും. VOC എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പോലെ എന്ത് വന്നു ഇതിൻ്റെ കേസിൽ പറഞ്ഞ് ഇവിടെ ആണെങ്കിൽ ഒരു പാരലായിട്ട് ഒരു 10 വോൾട്ട് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം സെയിം പോയിന്റാണ് വരുന്നത്. സോ VOC ഈക്വൽ ടു VTH ഈക്വൽ ടു ഡയറക്റ്റ് നമുക്ക് 10 വോൾട്ട് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി സെക്കൻഡ് നമുക്ക് RTH ഫൈൻഡ് ഔട്ട് ചെയ്യണം. RTH ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി സോഴ്സസ് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യും അല്ലേ, സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്യും. അപ്പം ഇവിടെ ഡീആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഷോർട്ട് സർക്യൂട്ട് ആവും. ഷോർട്ട് സർക്യൂട്ട് ആകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള അതിൻ്റെ എഫക്റ്റ് പോകും. നേരത്തെ പോലെ RTHൻ്റെ വാല്യൂ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0 കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ആവും. ഷോർട്ട് സർക്യൂട്ട് വരുമ്പോഴത്തേക്ക് ബാക്കി റെസിസ്റ്ററിന് എഫക്റ്റ് വരുത്തില്ല, ഇത് ഓപ്പൺ സർക്യൂട്ട് ആവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ RTH 0 വരും. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഇത്രയും നെറ്റ്വർക്കിന് നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം, സിംഗിൾ 10 വോൾട്ട് സോഴ്സ് ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. സിംഗിൾ 10 വോൾട്ട് സോഴ്സ് ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അവിടെ റീപ്ലേസ് ചെയ്ത് വരയ്ക്കുകയാണ്. ഓക്കെ, കണ്ട് ഈ ഇതിനകത്ത് ബോക്സിനകത്തുള്ളത് റീപ്ലേസ് ചെയ്യുകയാണ്. റീപ്ലേസ് ചെയ്ത് അവിടെ എന്തായിട്ടും മാറും, ഇത്രയും സർക്യൂട്ട് എന്തായിട്ട് മാറും, 10 വോൾട്ട് ആയിട്ട് മാറും. The circuit becomes, this is replaced by this 10 volt. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും തെവനൈസ് ചെയ്യാം, ഏത് ഡയറക്ഷനിലും തെവനൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു തെവനൈസ് ദിസ് പാർട്ട്. ഓക്കെ, തെവനൈസ് ദിസ് പാർട്ട്. അതിനെ ഞാൻ ഇവിടെ നിന്ന് റീഡ്രോ ചെയ്യുകയാണ്. അത്രയും പാർട്ടിൽ നിന്ന് റീഡ്രോ ചെയ്യുകയാണ്. പറഞ്ഞ് 10 വോൾട്ട്, ദെൻ 2 ഓം. ഇവിടെയും ചെയ്യാം, എങ്ങനെയുള്ള ചെയ്യാം, നിങ്ങൾ ഇഷ്ടമനുസരിച്ച് ചെയ്തുകൊണ്ടും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇതെടുത്തിരിക്കുകയാണ്. നെക്സ്റ്റ് 5 ഓം, ഒരു 8 വോൾട്ട് അല്ലേ, 8 വോൾട്ട് 5 ഓം, ദിസ് ഈസ് 12 വോൾട്ട്. ഇതായിരിക്കും അതിൻ്റെ ഇക്വലൻ്റ്. ഇത്രയും പോർഷന് നമ്മൾ അതിൻ്റെ തെവെനിൻ ഇക്വലൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. ഓക്കെ, തെവെനിൻ ഇക്വലൻ്റ് നോക്കുക. ഇതിൻ്റെ കേസിലും ഇൻഡിപെൻഡൻറ്റ് സോഴ്സാണ് വരുന്നത്, ഡിപ്പെൻഡൻറ്റ് സോഴ്സസ് ഇല്ല. VTH RTH ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, VTH ആൻഡ് RTH ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. VTH എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെർമിനൽ അക്രോസ് ഉള്ള VOC വാല്യൂ ആയിരിക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു VTH. നമുക്ക് ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. ഓക്കെ, ഈ 5 ഓമിൻ്റെ വോൾട്ടേജ് പ്ലസ് ഈ 8 ഓം വരുമ്പോഴത്തേക്കായിരിക്കും അതിൻ്റെ ഈ VTH വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഇതിൻ്റെ കറണ്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കറണ്ട് കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ കറണ്ട് ഇൻറ്റു റെസിസ്റ്റർ എടുക്കുമ്പോഴത്തേക്ക് ആ വോൾട്ടേജ് കിട്ടും. അപ്പോൾ ആ ടോട്ടൽ വോൾട്ടേജ് ആയിരിക്കും VTH എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ സർക്യൂട്ടിൻ്റെ നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുക. കറണ്ട് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് ഈ 5 ഓമിൽ കൂട്ടുള്ള കറണ്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ V എന്ന് വെച്ചാൽ I × R ആയിരിക്കും. R ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ I കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഡ്രോപ്പ് കിട്ടും. അപ്പോൾ ടോട്ടൽ ഡ്രോപ്പ് എന്ന് വെച്ചാൽ ഇത് രണ്ടിനും കൂടെ സമ്മായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ മെഷ് ഇക്വേഷൻ എഴുതും. ഓക്കെ, മെഷ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ സിഗ്മ V ഈക്വൽ ടു സിഗ്മ IR. ഓക്കെ, സിഗ്മ V നോക്കും, ആ ലൂപ്പിൽ ഏതൊക്കെ വോൾട്ടേജ് സോഴ്സ് നോക്കും, കറണ്ട് ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഒരു 10 വോൾട്ട് ഉണ്ട്, ഒരു 12 വോൾട്ട് ഉണ്ട്, എങ്ങനെ ഒരു 8 വോൾട്ട് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മൾ സമ്മായിട്ട് എഴുതുകയാണ്, സിഗ്മ V എഴുതുകയാണ്. അപ്പോൾ ഇവിടെ ലീവ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയതുകൊണ്ട് 10 വരും. ഇതിൻ്റെ കേസിൽ ലീവ് ചെയ്യുന്ന നെഗറ്റീവ് ആയതുകൊണ്ട് -12 വരും. ഇതിൻ്റെ കേസിൽ ലീവ് ചെയ്യുന്നിടത്ത് നെഗറ്റീവ് ആയതുകൊണ്ട് -8 വരും, ഈക്വൽ ടു I × R. ഇതിൻ്റെ കേസിൽ 2 ഇൻറ്റു കറണ്ട് നമ്മൾ I ആയിട്ട് എടുക്കുകയാണെങ്കിൽ 2I. ഇതിൻ്റെ കേസിൽ ഓപ്പൺ ആണ്, സോ 5I എന്ന് വരും. ക്ലിയർ ആയില്ലേ? ഇതിൻ്റെ കേസിൽ നമുക്ക് VTH ഫൈൻഡ് ഔട്ട് ചെയ്യണം. VTH എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അക്രോസ് ഉള്ള ഡ്രോപ്പാണ്. ഇപ്പോൾ ഈ ഒരു 8 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 ഓമിന് അക്രോസ് ഉള്ള ഡ്രോപ്പിനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ VTH ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. 5 ഓമിന് അക്രോസ് ഉള്ള ഡ്രോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ദ കറണ്ട്. ആ കറണ്ട് കിട്ടിക്കഴിഞ്ഞാൽ കറണ്ടിൻ്റെ റെസിസ്റ്റർ ആയിരിക്കും അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ്. കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ മെഷ് ഇക്വേഷൻ എഴുതി, അതായത് സിഗ്മ V = സിഗ്മ IR ഫോം എടുത്തു. അതിൽ സിഗ്മ V നോക്കുക, ഇവിടെ 10 വോൾട്ടും മാർക്ക് ചെയ്തു. അത് ലീവ് ചെയ്യുന്നിടത്ത് പോസിറ്റീവ് ആയതുകൊണ്ട് +10 ആയിരിക്കും. നെക്സ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് ലീവ് ചെയ്യുന്നത് നെഗറ്റീവ് ആയതുകൊണ്ട് -12 ആയിരിക്കും.
ഇവിടെ ലീവ് ചെയ്യുന്നത് നെഗറ്റീവ് ആയതുകൊണ്ട് -8 ആയിരിക്കും. സിഗ്മ വി പാർട്ട് കിട്ടി ഈക്വൽ ടു IR. ഇവിടെ I എന്ന് വെച്ചാൽ 2, ഇതിൻ്റെ IR എന്ന് വെച്ചാൽ 2I ആണ്, പ്ലസ് 5I വരും. ഇതിൽ നിന്ന് നമുക്ക് ഐയുടെ വാല്യൂ വിൽ ഗെറ്റ് ഇറ്റ് ആസ് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് -10 ഈക്വൽ ടു 7I കിട്ടും. -10 ഈക്വൽ ടു 7I. therefore I ഈക്വൽ ടു -10/7 കിട്ടും. അപ്പോൾ I വാല്യൂ കിട്ടി, ഇതിലേക്കുള്ള കറണ്ട് വാല്യൂ കിട്ടി. ഇനി ഇതിനെ അക്രോസുള്ള 5 ഓമിന് അക്രോസുള്ള ഡ്രോപ്പ് കണ്ടുപിടിച്ചൂടെ? ഡ്രോപ്പ് അക്രോസ് 5 ഓം വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? I എന്തായിരിക്കും കേസിൽ? -10/7 ഇൻറ്റു R എത്ര? 5. ഓക്കെ. ഇനി ടോട്ടൽ VTH എന്തായിരിക്കും വരുന്നത്? VTH ഈസ് ഈക്വൽ ടു ടോട്ടൽ VTH എന്തായിരിക്കും വരുന്നത് പറഞ്ഞ്? VTH ഈക്വൽ ടു ഇതിവിടെ 8 എന്ന് വെച്ചാൽ എന്താണ്? ലീവ് ചെയ്യുന്നിടത്ത് പോസിറ്റീവ് ആയതുകൊണ്ട് +8 വരും, പ്ലസ് ഈ ടേം വരും അല്ലേ? 5 ഓം അക്രോസ് ഡ്രോപ്പ്, ദാറ്റ് ഈസ് -10/7 ഇൻറ്റു 5 വരും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.857 കിട്ടും. 0.857 കിട്ടും. അപ്പം VTH, ഈ നെറ്റ്വർക്കിൻ്റെ VTH വാല്യൂ 0.857 കിട്ടി. ഇനി നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് RTH കണ്ടുപിടിക്കണം അല്ലേ? RTH വാല്യൂ കണ്ടുപിടിക്കണം. എങ്കിലല്ലേ ഇക്വലൻ്റ് തെവനിൻ കിട്ടത്തുള്ളൂ. RTH കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? സോഴ്സസ് ഉണ്ടെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്യണം അല്ലേ? ഇവിടെ 3 സോഴ്സസ് ഉണ്ട്, അത് 3ഉം ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഡീആക്ടിവേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഡീആക്ടിവേറ്റ് ചെയ്യണം, നെക്സ്റ്റ് ഇത് ഡീആക്ടിവേറ്റ് ചെയ്യണം, ഇത് ഡീആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് നമുക്ക് എന്താ ഡീആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? വോൾട്ടേജ് സോഴ്സ് ആയിട്ട് ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്, ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇൻ എഫക്റ്റ് എന്തായിട്ട് വന്നു? എന്തായിട്ട് വന്നു നോക്കിക്കേ. വെരി ഗുഡ്. എന്താണ്? 2 ഓം പാരൽ വിത്ത് 5 ഓം വന്നു. അതാണ് നമ്മളുടെ RTH എന്ന് വെച്ച് കഴിഞ്ഞാൽ RTH is equal to 2 പാരൽ 5 ആയിരിക്കും. 2 പാരൽ 5 ആയിരിക്കും RTH എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത്രയും നെറ്റ്വർക്ക് നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം? VTH വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ദിസ് VTH ഇൻ സീരീസ് വിത്ത് RTH. ഇപ്പോൾ ഇത്രയും നെറ്റ്വർക്ക് നമുക്ക് എന്തായിട്ട് റീപ്ലേസ് ചെയ്യാം? ഈ VTH ഇൻ സീരീസ് വിത്ത് RTH. അതല്ല എൻ്റെ ഇക്വലൻ്റ് എന്ന് പറയുന്നത് ദിസ് VTH വിത്ത് RTH. അപ്പോൾ ഇവിടെ അത് ഈ സർക്യൂട്ടിന് പകരം നമ്മൾ അത് റീപ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ, റീപ്ലേസ് ചെയ്യുകയാണ്. ഇത്രയും പാർട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? ഇത്രയും പോർഷൻ അല്ലേ? ദിസ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് പറഞ്ഞ് ദിസ് ഈസ് റീപ്ലേസ്ഡ് വിത്ത് എ വോൾട്ടേജ് സോഴ്സ്, അതിൻ്റെ വാല്യൂ 0.857 വോൾട്ട്. പിന്നെ സീരീസ് വരുന്നില്ലേ? അതായത് ദിസ് ഈസ് 2 പാരൽ 5 റെസിസ്റ്ററാണ്. 2 പാരൽ 5 റെസിസ്റ്റർ ഇങ്ങനെ ഒരു നെറ്റ്വർക്കായിട്ട് മാറും. ഓക്കെ. ആ കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്കിന് തെവനിൻ ഇക്വലൻ്റ് എന്ന് പറയുമ്പോൾ ദിസ് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് RTH ആണ് നമ്മളുടെ അത് വെച്ച് റീപ്ലേസ് ചെയ്ത്. അപ്പോൾ ഇത് നമ്മൾ ഓവറോൾ സർക്യൂട്ട് ഈ ഫോമിലാവും. ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കറണ്ട് ത്രൂ 2 ഓം റെസിസ്റ്ററാണ്. ഇതിലേക്കുള്ള 2 ഓം റെസിസ്റ്ററാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ. ഇതിൻ്റെ കേസിൽ കറണ്ട് എന്തായിരിക്കും? കറണ്ട് ഇക്വേഷൻ വരുന്നത് I2 ഓം എന്ന് വെച്ചാൽ എന്തായിരിക്കും? I2 ഓം ഈക്വൽ ടു V/R അല്ലേ? ഇതിൻ്റെ കേസിൽ V എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 V ഉണ്ട് അല്ലേ? ഇവിടെ പ്ലസ് മൈനസ് ആണ്, ഇതുപോലെ കൺവെൻഷൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു പറഞ്ഞേ V/R. V എന്ന് വെച്ചാൽ ഇവിടെ 0.857, ഇവിടെ പ്ലസ്സിൽ എൻഡ് ചെയ്യുന്നത്, അപ്പോൾ +6. ഓക്കെ. 2 സോഴ്സേ ഉള്ളൂ, 2 വോൾട്ടേജ് സോഴ്സ്. R എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പാരൽ 5 പ്ലസ് എന്തായിരിക്കും? 4 ആയിരിക്കും. ടോട്ടൽ റെസിസ്റ്റർ പ്ലസ് 4 ആയിരിക്കും. ദിസ് ഈസ് അവർ I2 ഓം. അതിൻ്റെ വാല്യൂ സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് 1.263 ആംപിയർ എന്ന് കിട്ടും. 1.263 ആംപിയർ എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആദ്യമേ ഒരു പോർഷന് ഇക്വലൻ്റ് തെവനൈസ് ചെയ്ത് അതിന് ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രമായിട്ട് വന്നു. പിന്നെ എഗെയിൻ ആ സോഴ്സും കുറച്ച് നെറ്റ്വർക്ക് കൊണ്ട് ചേർത്ത് വീണ്ടും നമ്മൾ തെവനൈസ് ചെയ്തപ്പോഴത്തേക്ക് VTH ഇൻ സീരീസ് വിത്ത് RTH ഈ വാല്യൂ കിട്ടി. അതോടെ റീപ്ലേസ് ചെയ്ത്
ഇപ്പോൾ ഒറ്റ സിംഗിൾ സർക്യൂട്ടായി. അതിന് ശേഷം നമ്മൾ I2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ വോൾട്ടേജ് ബൈ ടോട്ടൽ കറണ്ട്. ടോട്ടൽ വോൾട്ടേജ് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ പ്ലസ് ലൈൻ ചെയ്യുന്നത്. സോ 0.857, ഇതിൻ്റെ കേസിൽ +6 ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റർ. 2 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഇനി മൂന്നാമത്തെ ഒരു ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുന്ന കേസാണ്. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. If you haven't subscribed to this channel yet, subscribe to this. ഇതിൻ്റെ കേസിൽ ഫൈൻഡ് കറണ്ട് ത്രൂ 24 ohm റെസിസ്റ്റർ ആണ് ചോദിച്ചിരിക്കുന്നത്. 24 ohm റെസിസ്റ്റർ ഇതാണ്. അപ്പോൾ ഇതിനെ ക്രോസുള്ള കറണ്ടാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് കേസാണ്. ഡിപ്പെൻഡൻറ്റ് സോഴ്സ് കേസാണ്. നമ്മൾ തെവെനിൻസ് തിയറം അപ്ലൈ ചെയ്താണ് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആകുമ്പോൾ നമ്മൾ ഒരു ട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുമ്പോഴത്തേക്ക് ഡിപ്പെൻഡൻറ്റ് പാരാമീറ്റർ ഏതൊക്കെയാണെന്ന് നോക്കുക. അതിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യം എഴുതും, ഇല്ല, എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് കളർ ചേഞ്ച് ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ദിസ് റെപ്രസെൻറ്റ്സ് എ കറണ്ട് സോഴ്സ് ആണ്. ഓക്കെ, ആരോ വന്നുകൊണ്ട് ഡയമണ്ട് സോഴ്സ് ആയതുകൊണ്ട് ഡിപ്പെൻഡൻറ്റ് കറണ്ട് സോഴ്സ് ആണ്. ദിസ് ഈസ് എ ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ്. പ്ലസ് മൈനസ് വന്നുകൊണ്ട് ഡിപ്പെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സ് ആണ്. അതിൽ ഈ Vx എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 13 ohm റെസിസ്റ്ററിനെ അക്രോസുള്ള പൊട്ടൻഷ്യലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ ഈ കറണ്ട് സോഴ്സ് Ix എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1000 ohm റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ടിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കേസിൽ ഇതിലേക്കൂടെ കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല, കാരണം അത് ഓർത്തോണം, ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആണെങ്കിൽ മാത്രമേ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. ഓക്കെ, അതുപോലെ സെക്കൻഡ് ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ ഇതിലേക്കൂടെ കറണ്ട് ഫ്ലോ ചെയ്യണം. പക്ഷേ ഇതിൻ്റെ കേസിലും കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. പക്ഷേ ഇതിൻ്റെ പാരാമീറ്റേഴ്സ്, ഇപ്പോൾ ഇവിടെ വരുന്ന പൊട്ടൻഷ്യൽ എന്താണോ അതിനെയായിരിക്കും ഈ Vx അല്ലെങ്കിൽ ഈ 13 ohmന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തെവെനിൻ ഇക്വലൻ്റ് ആണ് നമ്മൾ, തെവെനിൻ സർക്യൂട്ടാണ് നമ്മൾ ഇതിൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് അത് തെവെനിൻ ഇക്വലൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ 24 ohm റെസിസ്റ്ററിന് അക്രോസ് ഉള്ള കറണ്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൽ തെവെനിൻസ് തിയറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അറിയാം, ഈ വോൾട്ടേജ് സോഴ്സ് VTHന് സീരീസ് വിത്ത് RTH ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് ആണ്. ഇപ്പോൾ VTH എന്തായിരിക്കും, സെയിം ആസ് VOC ആയിരിക്കും. പക്ഷേ RTH നമ്മൾ ഇൻഡിപെൻഡൻറ്റ് സോഴ്സിൻ്റെ കേസിൽ VOC ബൈ ISC ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ISC സെപ്പറേറ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ VTH ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. VTH എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ ലോഡ് റെസിസ്റ്റർ 24 ohm തന്നിട്ടുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് കിട്ടുന്ന ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്ന വോൾട്ടേജിനാണ് വി കോൾഡ് ആസ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്. ഓക്കെ, ഇത് ഓർത്തോണം, ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുമ്പോഴത്തേക്ക് RTH ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് VOC ബൈ ISC ഫോം വെച്ചിട്ടാണ്. ഇൻഡിപെൻഡൻറ്റ് സോഴ്സിൻ്റെ കേസിൽ നമുക്ക് എളുപ്പമായിരുന്നു, സോഴ്സസ് ഉണ്ടെങ്കിൽ ഡീആക്ടിവേറ്റ് ചെയ്ത് നമുക്ക് ഇക്വലൻ്റ് റെസിസ്റ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യായിരുന്നു. പക്ഷേ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുമ്പോഴത്തേക്ക് RTH ഈസ് ഫൈൻഡ് ഔട്ട് ബൈ VOC ബൈ ISC ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ കേസിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ എപ്പോഴും VTH ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ VTH എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോഡ് റെസിസ്റ്റർ RL വന്നിട്ടുണ്ട്. നമുക്ക് RL നമുക്ക് റിമൂവ് ചെയ്യണം. ഓക്കെ, വി വിൽ റിമൂവ് ദിസ് RL. എന്നിട്ട് അതിന് അക്രോസ് ഉള്ള ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിനെയാണ് വി കോൾഡ് ആസ് ദിസ് വോൾട്ടേജിനെ വി കോൾഡ് ആസ് VOC വിച്ച് ഈസ് ഈക്വൽ ടു VTH. അതാണ് നമുക്കിനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അപ്പോൾ ഈ VOC എന്ന് വെച്ചാൽ ഇതിൻ്റെ കേസിൽ Vx സെയിം ആണ് കേട്ടോ, ഒരേ ടെർമിനലാണ്, Vx സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കറണ്ട് സോഴ്സ് 10Ix ഉണ്ട്. ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യത്തില്ല. അപ്പോൾ ഇതിൻ്റെ കേസിൽ ഈ ടോട്ടൽ 10Ix കറണ്ട് എങ്ങോട്ടായിരിക്കും, ഇതിലേക്കൂടെ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്, ഈ 13 ohm കൂടെ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കേസ് നമുക്ക് V ഈക്വൽ ടു എന്താണ്, IR ആണ്. ഓക്കെ, ഇവിടുത്തെ I എന്തായിരിക്കും, ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യാത്തതുകൊണ്ട് ടോട്ടൽ I എന്ന് വെച്ച് കഴിഞ്ഞാൽ 10Ix ആയിരിക്കും. 10I എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് സെയിം ആസ് എന്താണ്, VTH ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കേസിൽ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും, ഇതിൻ്റെ കേസിൽ VOC ഓപ്പൺ സർക്യൂട്ട് ഈക്വൽ ടു കറണ്ടിൻ്റെ ഡയറക്ഷൻ നോക്കുക. ഇതിപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഇരിക്കുന്നത് അല്ലേ. കൺവെൻഷൻ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിങ്ങനെയാണ്, ഈ ഡയറക്ഷനിലാണ് പോകുന്നത്. ഓക്കെ, നോർമൽ കൺവെൻഷൻ ഡയറക്ഷൻ എന്താണ്, നമ്മൾ എടുക്കും ഡൗൺവേർഡ്സ് ആണ്, ഇത് അപ്വേർഡ്സ് ആണ് പോകുന്നത്. സോ -10Ix, V ഈക്വൽ ടു IR, ഹിയർ I ഈക്വൽ ടു നമ്മൾ ടോട്ടൽ കറണ്ട് ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ടോട്ടൽ കറണ്ട് ഇങ്ങോട്ടേ പോകത്തുള്ളൂ. സോ -10Ix ഇൻറ്റു ഹിയർ R ഈക്വൽ ടു 13. ഓക്കെ,
ഇതാണ് VOC വിച്ച് ഈസ് ഈക്വൽ ടു നമ്മളുടെ VTH എന്ന് പറയുന്നത് -10 IX ഇൻറ്റു 13 ആയിരിക്കും. ക്ലിയർ ആയോ? V ഈക്വൽ ടു IR ആണ്, അതിനെക്കുറിച്ചുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും VTH എന്ന് പറയുന്നത്. അതിൻ്റെ കേസിൽ കറണ്ട് ഫുള്ള് ഇതിൽ ഫോളോ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ടാണ് മൈനസ് വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് IX നോക്കുക. IX ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള പാരാമീറ്ററാണ്. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി IX ഈക്വൽ ടു നമുക്കറിയാം V/R ആണ് അല്ലേ, V/R. ഇപ്പോൾ ടോട്ടൽ V എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കേസിൽ 48 വോൾട്ട് കൊണ്ട് ഇതൊരു വോൾട്ടേജ് സോഴ്സ് ആണ്, പ്ലസ് മൈനസ് ആണ്. അപ്പം ഇവിടെ ലീവ് ചെയ്യുന്നിടത്ത് പോസിറ്റീവ് ആയതുകൊണ്ട് 48 എഴുതും. സിഗ്മ V ആണ്, സിഗ്മ V. അടുത്ത V ഏതാ? ഈ ടേം ആണ്. അവിടെ ലീവ് ചെയ്യുന്നിടത്ത് നെഗറ്റീവ് ആണ്, നെഗറ്റീവ് 3VX. സിഗ്മ V/R, ടോട്ടൽ R എത്ര? 1000. ഓക്കെ, IX ഇസ് ഈക്വൽ ടു 48 മൈനസ് 3VX/1000 എന്ന് വരും. 48 മൈനസ് 3VX/1000 ആണ് IX എന്ന് പറയുന്നത്. ഇനി നമുക്ക് IXൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൂടെ? നമ്മുടെ എയിം എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ VTH ഫൈൻഡ് ഔട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ IXൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് VTH. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഇതൊരു VOC ഈക്വൽ ടു VTH ഈക്വൽ ടു -10 ഇൻറ്റു IX. 48 മൈനസ് 3VX ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 13 എന്ന് വരും. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് VX കോമൺ എടുത്ത്, ഇപ്പോൾ ഇതിനകത്ത് VTH മാത്രമേ വരുന്നുള്ളൂ. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് സിംപ്ലിഫൈ നോക്കിയാൽ മതി. VTH വാല്യൂ ഗെറ്റ് ഇറ്റ് ആസ് -10.22 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ കേസിൽ ഒരു പാരാമീറ്റർ കിട്ടി, VTH കിട്ടി. ഓക്കെ, ഇനി എന്ത് കണ്ടുപിടിക്കണം? RTH കിട്ടണം. VTH എങ്ങനെയാണ് ചെയ്തത്? അപ്പോൾ ഇതിന് അക്രോസ് ഉള്ള ഡ്രോപ്പാണ് VTH എന്ന് പറയുന്നത്. അപ്പോൾ ഈ 13 ഓമിന് അക്രോസ് ഉള്ള ഡ്രോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു VTH ആണ്. അപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് ഈ 10 IX എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ കൂടെ ഫ്ലോ ചെയ്തില്ല. അപ്പോൾ ടോട്ടൽ കറണ്ട് ഇതിലെ കൂടെ ഫ്ലോ ചെയ്യും, ഈ 13 ഓം കൂടെ ഫ്ലോ ചെയ്യും. അപ്പോൾ അതിൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അതിൻ്റെ VOC ഈക്വൽ ടു കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനായിട്ട് -10 IX ഇൻറ്റു 13. IX ഈ എക്സ്പ്രഷനിൽ നമുക്ക് IXൻ്റെ വാല്യൂ കിട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് VTH. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് RTH കണ്ടുപിടിക്കണം. RTH കണ്ടുപിടിക്കണമെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ISC. ഞാൻ ഈ സർക്യൂട്ട് ഒന്നും കൂടെ വരയ്ക്കുകയാണ്. അപ്പോൾ ISC എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ ലോഡ് റെസിസ്റ്റർ റിമൂവ് ചെയ്ത പോർഷൻ ചെയ്ത് നമ്മളങ്ങ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അതിനെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് നമ്മളുടെ ISC എന്ന് പറയുന്നത്. ഓക്കെ, ഡയഗ്രം ഒന്നും കൂടെ വരയ്ക്കുകയാണ്. പ്ലസ് മൈനസ് VX 13. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞത്, ഈ ലോഡ് റെസിസ്റ്റർ റിമൂവ് ചെയ്ത് 24 ഓം ആയിരുന്ന ലോഡ് റെസിസ്റ്റർ അത് റിമൂവ് ചെയ്തിട്ട് അവിടെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ദിസ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ്. ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് നമ്മളുടെ ISC ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ RTH എന്ന് വെച്ച് കഴിഞ്ഞാൽ VOC/ISC ആയിരിക്കും. VOC വാല്യൂ ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. പിന്നെ ISC വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ISC വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇപ്പോൾ ഇവിടെ പ്ലസ് മൈനസ് VX എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ VX പൊട്ടൻഷ്യൽ. ഷോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് VX ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, VX ഈക്വൽ ടു 0 എന്ന് വരും. ഇനി നമുക്ക് എന്താ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്? കറണ്ടാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ISC എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? ISC എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, ഹിയർ ISC ഈക്വൽ ടു ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ. ഓക്കെ, -10 IX എന്ന് എഴുതാൻ പറ്റും അല്ലേ. ഇവിടെ ഇതിൻ്റെ കേസിൽ ഇത് ഷോർട്ട് സർക്യൂട്ടാണ്. ഓക്കെ, ഇതാണ് നമ്മൾ കറണ്ട് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ടോട്ടൽ കറണ്ട് ഇതിലേക്ക്? ISC എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? 10 IX ആയിരിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി IXൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. IX എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് IX എന്ന് പറയുന്നത്. ഓക്കെ, IX ഈക്വൽ ടു എന്ത് വരും? നമ്മളുടെ V/R ഫോം. ഓക്കെ, ഇപ്പോൾ V എന്ന് വെച്ചാൽ ഇവിടെ 48 ആണ്. അടുത്ത പ്ലസ് എന്ത് വരും? -3VX/1000 V/R. കാരണം ഇവിടെ ISC കണ്ടുപിടിക്കണമെങ്കിൽ IX കിട്ടണം. IX എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള പാരാമീറ്ററാണ്. അപ്പോൾ ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ VX എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ 48 - 3 × 0/1000 എന്ന് വരും. IXൻ്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 48/1000 എന്ന് വരും. വാല്യൂ 48/1000 എന്ന് വരും. 48/1000 IXൻ്റെ വാല്യൂ. ISC എന്താ പറഞ്ഞേ? ISC എന്താ? ISC IX ആയിട്ടുള്ള എക്സ്പ്രഷൻ ഉണ്ട്. IX നമുക്ക് 48/1000 കിട്ടി. സോ
ISC will be equal to minus 10 into this 48 by 1000 വാല്യൂ വരും. സിംപ്ലിഫൈ ചെയ്യുമ്പോഴത്തേക്ക് മൈനസ് 0.48 ആംപിയർ കിട്ടും. ISC കിട്ടും. ISC കിട്ടാൻ എന്താ ചെയ്തത്? ഒന്നുമില്ല, നമ്മൾ ഇവിടെ ടെർമിനലിൽ എന്ത് ചെയ്ത് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് അതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ISC എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസിൽ ISC എന്ന് വെച്ച് കഴിഞ്ഞാൽ -10 Ix ആയിരിക്കും. ഓക്കെ, -10 Ix ആയിരിക്കും ISC എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിലെ കൂടെ കറണ്ട് ഫ്ലോ ചെയ്തില്ല, അപ്പോൾ ഫുൾ കറണ്ട് ഇതിലേ ഫ്ലോ ചെയ്യത്തുള്ളൂ. സോ -10 Ix ആയിരിക്കും. ഇനി IX ഫൈൻഡ് ഔട്ട് ആണ്. IX എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പാരാമീറ്ററാണ് IX. അത് V/R ഫോം, സിഗ്മ V/R. സിഗ്മ V എന്ന് വെച്ചാൽ 48, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് 48, ഇവിടെ എൻഡ് ചെയ്ത മൈനസ് ആയതുകൊണ്ട് മൈനസ്, അതിൻ്റെ വാല്യൂ 3Vx കൊടുത്തു, ഡിവൈഡ് ബൈ ടോട്ടൽ റെസിസ്റ്റർ 1000. ഈ Vx ഇവിടെ ഷോർട്ട് ചെയ്തുകൊണ്ട് കണ്ട ഈ Vx ഇല്ലേ, ഈ Vx ആണ് ഇതിനെ Vxനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഡിപ്പെൻഡൻറ്റ് പാരാമീറ്റർ. ഇവിടെ Vx 0 വരും ഇവിടെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തുകൊണ്ട്. സോ ദിസ് ടേം ക്യാൻസൽ ചെയ്ത് പോകും. IXൻ്റെ വാല്യൂ 48/1000 കിട്ടും. നമുക്ക് ISC വേണ്ടത്. ISC എന്ന് വെച്ച് കഴിഞ്ഞാൽ -10 into 48/1000 ISC കിട്ടി. ഇനി നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? വി നീഡ് ടു ഫൈൻഡ് RTH. RTH കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ISC ഫൈൻഡ് ഔട്ട് ചെയ്തത്. അപ്പോൾ RTH എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞേ, RTH ഈക്വൽ ടു VOC. VOC നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് -10.229. അപ്പം -10.229 ഡിവൈഡഡ് ബൈ ISC -0.48. VOCയുടെ വാല്യൂ IOCയുടെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 21.31 ഓം എന്ന് കിട്ടും. RTH വാല്യൂ 21.3 ഓം. തെവനിൻ ഇക്വലന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തെവനിൻ ഇക്വലന്റ് എന്ന് വെച്ചാൽ വോൾട്ടേജ് സോഴ്സ് അല്ലെ, വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റർ, ദാറ്റ് ഈസ് VTH ഇൻ സീരീസ് വിത്ത് RTH. VTHൻ്റെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് -10.229 ആണ്. -10.229 RTHൻ്റെ വാല്യൂ 21.31. ഇനി എന്ത് ചെയ്യണം? ദാറ്റ് ഈസ് ഇൻ സീരീസ് വിത്ത് എന്തായിരിക്കും? നമ്മളെ ലോഡ് റെസിസ്റ്റർ RLൻ്റെ വാല്യൂ 24 ഓം ആയിരുന്നു. ഇത് 24 ഓം റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ഇതെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തത്. ദിസ് ഈസ് അവർ RL. ഓക്കെ, ഇനി ചോദിച്ചിരിക്കുന്നത് കറണ്ട് ത്രൂ 24 ഓം റെസിസ്റ്ററാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റിനകത്ത് കറണ്ട് ത്രൂ 24 ഓം റെസിസ്റ്ററാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വലന്റ് സർക്യൂട്ട് കിട്ടി. ഇനി കറണ്ട് ത്രൂ 24 ഓം റെസിസ്റ്റർ I24 ഈക്വൽ ടു എന്തായിരിക്കും? V/R. ഇവിടെ V എന്താ? Here V equal to -10.229 divided by R equal to E resistor plus E resistor, that is 21.31 plus 24 എന്ന് കിട്ടും. 21.21 plus V/R. കറണ്ട് ത്രൂ 24 ഓം എന്ന് വെച്ച് കഴിഞ്ഞാൽ V/R, ടോട്ടൽ R, that is equal to 0.225 ആംപിയർ കിട്ടും. That is equal to 0.225 ആംപിയർ കിട്ടും. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നത്. നമ്മൾ സ്ഥിരം ചോദിക്കുന്ന 3 ടൈപ്പ് പ്രോബ്ലം ആണ്. തെവനിൻ സ്ഥിരത്തിലെ ഡിപ്പെൻഡൻറ്റ് സോഴ്സ്, ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തു. തെവനൈസ് ചെയ്ത 3 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫ്രീക്വൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് പ്രോബ്ലം ആണ്. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസോടുകൂടി ഇത് ചെയ്ത് നോക്കണം. ഈ ടൈപ്പ് പ്രോബ്ലവും സ്ഥിരം ചോദിക്കുന്നതാണ് ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുന്ന കേസിൽ. ഇതാണ് അതിൻ്റെ സ്റ്റെപ്സ് വരുന്നത്. ഇൻഡിപെൻഡൻറ്റ് സോഴ്സ് വരുമ്പോഴത്തേക്ക് RTH നമുക്ക് ഡയറക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും, സോഴ്സസ് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട്. പക്ഷേ ഡിപ്പെൻഡൻറ്റ് സോഴ്സ് വരുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ല. വി നീഡ് ടു ഫൈൻഡ് ISC ആൻഡ് ദെൻ RTH ഈസ് ഈക്വൽ ടു VOC/ISC. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. If you haven't subscribed to this channel yet, subscribe to it and don't forget to click the bell icon.